അങ്ങനെ പത്മജ വേണുഗോപാൽ വരെ ബി.ജെ.പിയിൽ കൂടണഞ്ഞു. എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് ശേഷം കരുണാകരന്റെ മകളെയും ബി.ജെ.പിക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. നെഞ്ചത്തടിച്ചു കരയുകയാണെങ്കിലും പോകുന്നവരൊക്കെ പോകട്ടെ, അവർക്കൊന്നും ജനപിന്തുണയില്ല എന്നൊക്കെയാണ് കോൺഗ്രസുകാരുടെ ക്യാപ്സ്യൂളുകൾ. അപ്പോ പിന്നെ ഈ ജനപിന്തുണയില്ലാത്തവരെയാണോ നിങ്ങൾ പൊക്കി പിടിച്ചു കൊണ്ട് നടന്നതെന്നും നേതാവേ എന്ന് വിളിച്ചതെന്നും ചോദിക്കരുത്. അല്ല, അതാരാണപ്പാ പറയുന്നത്? കെ മുരളീധരനോ, അതോ സാക്ഷാൽ കെ സുധാകരനോ, അതോ വി.ഡി. സതീശനോ? കോൺഗ്രസിൽ നിന്ന് അച്ഛന്റെ പിൻബലത്തിൽ മാത്രം എം.പിയും എം.എൽ.എയുമായ മുരളീധരൻ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ടിറങ്ങിയതല്ലേ? എന്നിട്ട് ഇന്നേ വരെ ഒരു പാർട്ടി നേതാക്കളും പറയാത്ത വിധം ഉമ്മൻചാണ്ടിയെയും പാർട്ടിയെയും അധിക്ഷേപിച്ചു വിട്ടു. ഗർജിക്കുന്ന സിംഹം സുധാകരേട്ടൻ പണ്ടേ തെളിയിച്ചതാണ്. ആർ.എസ്.എസ്. ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള കാര്യം എന്ത് അഭിമാനത്തോടെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. തനിക്ക് വേണമെന്ന് തോന്നിയാൽ ഏത് സമയത്തും ബി.ജെ.പിയിൽ പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സതീശന്റെ കാര്യം പിന്നെ പറയണ്ട. ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് കുനിയാൻ പോലും കക്ഷിക്ക് മടിയില്ല. നിന്ന നിപ്പിൽ ഇന്നലെ വരെ ഖദറിട്ട് നടന്നവരെല്ലാം ഇന്ന് കാവിഷാളെടുത്ത് അണിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പാനലിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെയും UDF സംഭാവന ചെയ്തതാണ്. ഇന്ദിരാഭവൻ ചുരുക്കത്തിൽ മാരാർജി ഭവനിലേക്കുള്ള റിക്രൂട്ടിംഗ് സെന്റർ ആയിട്ടുണ്ട്. ഈ കൂടുവിട്ട് കൂടുമാറ്റം അങ്ങനെ തീർന്നെന്ന് മലയാളികൾ കരുതണ്ട. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വരാനുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ പട്ടിക തയ്യാറാക്കുന്നതേ ഉള്ളൂ. ഫ്ലെക്സും പോസ്റ്ററും വെച്ചാലും കോൺഗ്രസിന്റെ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് മാറുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഗ്യാരണ്ടിയും പറയാനില്ല. അതാണ് കോൺഗ്രസ്.